ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതാ എല്ലാവരും കൂടി നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലോട്ട് വന്നതാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മളങ്ങനെ അധികം വരാറൊന്നുമില്ല. നമ്മൾ കുറച്ച് രാവിലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ചൂസ് ചെയ്യുന്നതാവും കേട്ടോ നല്ലത്. ഇവിടെ കുറച്ച് വെയിലും കാര്യങ്ങളെല്ലാം തട്ടുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിതാ തേക്ക് മ്യൂസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 11-11:30 ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരത്തെ പോകാനുള്ള കാരണം നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈവനിങ്ങിൽ എന്തായാലും പുറത്തോട്ടൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അതാ ഇവരെല്ലാം കൂട്ടിയിട്ട് നമ്മളങ്ങനെ അടുത്തുള്ളൊരു സ്ഥലം നോക്കിയിട്ട് പോയതാണ് കേട്ടോ. ഇതാ അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് ഇപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കും ഹായ് എന്നാ. നമ്മളിവിടെ തേക്ക് മ്യൂസിയത്തിലാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ, ഈ ഭാഗത്ത് അല്ലേ, ഇതിലെ പോവല്ലേ? നല്ല വെയിലുണ്ട്. നുനോ ചുറ്റൂടെ ഈ വെള്ളത്തില് ഇതാ അവിടെ നോക്കുനോ, ഇവിടെ നോക്ക്, വെള്ളമുണ്ട്, വെള്ളച്ചാട്ടം. എവിടെ? ഇത് കിണറല്ല, ഇത് ഉണ്ടാക്കി വെച്ചതാണ്. ശരിക്കില്ലല്ലോ, ഇത് ശരിക്കില്ലല്ലോ. ഇതാ മേലെന്ന് ഇങ്ങനെ വരിക. വലിയ ആയൊന്നുമില്ല, ഇല്ല, ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടോ? അത്യാവശ്യം ഉണ്ടല്ലേ. വാ, ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് തോടിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലേ രുനു? ഇല്ലേ? ചെരുപ്പൂരിട്. ഹായറേ കാണാം. അടിപൊളിയാണല്ലേ? അവിടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ അവിടക്ക് കിട്ടോ. ഹായ് ആട്ടിക്ക, ഹായ് ആട്ട്, എല്ലാരും കാട്ടി ഹായ് ആട്ട്. ഐസു യോ പറഞ്ഞ ഐസ് കാട്ടണില്ല.
ഫ്രണ്ട്സ് നമ്മളിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കല, പക്ഷേ എങ്കിൽ ഒറ്റ ഇതിനെയും കിട്ടിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ പറയുമ്പോൾ അങ്ങനെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ്റെ മ്യൂസിയമാണ് കേട്ടോ തേക്ക് മ്യൂസിയം. ഏറ്റവും പഴക്കമുള്ള തേക്കുകളും ഇവിടെ തന്നെയാണ് കേട്ടോ. ഇതാ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ തേക്കിൻ്റെ എല്ലാം വേരുകളാണ് കേട്ടോ. വേരുകൾ ഇങ്ങനെ ഷോ ചെയ്തതാണ്. ഈ കൂനുകൾ നോക്കിക്കേ ഫ്രണ്ട്സ്, നല്ല രസമല്ലേ കാണാൻ. ഈ ഇലകളെല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ഒറിജിനൽ തന്നെയാണ്. കൂനിന് ഒറിജിനലാണോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇത് പിന്നെ വേറെ എന്തെല്ലോ സംഭവങ്ങളേനി അപ്പോൾ വായിച്ചപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും ഇതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. ഇതെന്താ ചുട്ടോ? അതെന്താ അതോ? ഇതെന്താ ഫ്രോഗ്? ഫ്രോഗൊക്കെ നല്ല രസല്ലേ? ചെസ് കളിക്കുക, വെള്ളത്തിൽ വീണിട്ട് ചെസ് കളിക്കുക. അലമാരെ തേക്ക് കൊണ്ടുണ്ടാക്കിയ അലമാര. ഇതെന്താ ഈ ടേബിൾ അടിപൊളിയല്ലേ? നല്ല രസമുണ്ടല്ലേ? രാജാവിൻ്റെ അല്ല, രാജാവിൻ്റെ ആണോ? ഇതെന്താ റേഡിയോ ബോക്സ് ആണോ? അതെന്താ ഇതെന്താ ടേബിൾ ചെസ് ബോർഡ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതെന്താണെന്നറിയോ? ഇത് തേക്ക് സീഡാണ് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ എന്നല്ല, മോഡലാണ്. തേക്ക് സീഡിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. നല്ല വലുപ്പല്ലേ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ സീഡെല്ലാം ഇത്രയ്ക്ക് വലുപ്പമുണ്ട് എന്നെല്ലാം അറിയുന്നത്. ഏത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഇവിടുത്തെ തീമെല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്താ പറഞ്ഞ? ഇതെന്താ എന്താ പറഞ്ഞ? വിത്താണ്. ഭയങ്കര കുഞ്ഞാണല്ലേ? ഷുട്ടോ എന്താ അതെന്താ? പറ. കല്ലോ? ഇത് കല്ലാണോ കേട്ടോ ഗൈസ്? കല്ല് അത് തരില്ല. ഇത് വാ പോവാ, നമുക്ക് പോവല്ലേ? വാ പോവാ. ചുറ്റുതാ ഇത്തിരി ഏരിയനായതുകൊണ്ട് ബട്ടർഫ്ലൈ ഒറിജിനൽ ആണെന്നോ? ഇത് ഒറിജിനൽ ഒന്നുമല്ല. ഒറിജിനാലിറ്റി തോന്നുന്നതാ. ഈ ബ്ലൂ നല്ല രസമുണ്ടല്ലേ? എനിക്കിതിലേത് ഇഷ്ടപ്പെട്ടത്? മേലത്തെ നല്ല വലുതാ. നല്ല രസമുള്ള ടൈപ്പിലെ ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്.
അത് ബ്ലാക്ക് കളർ. അത് നമ്മളെപ്പോഴും കാണുന്നല്ലേ. ഇതിലേത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈ ഏതാ? ഏത്? ഇതോ? നിദൂസിനോ? എന്നാലും ഫേവറേറ്റ് എല്ലാം ഇഷ്ടമായോ? ഇതിൽ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഇതാ കേട്ടോ ഫ്രണ്ട്സ്. ഏത്? മേലത്തെ ഏറ്റവും വലുതാ. ഇത് ഇൻസെക്ട്സ് ആണ്. ഇതാ ഇത് നോക്ക്. ഇതാ കൂറ വലിയ വണ്ടാണത്, കൂറില്ല. ഇത് വണ്ട് അല്ലേ? ഇതിലേതാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. ബാക്കിൽ നിന്നെല്ലാം നല്ല കൂവലെല്ലാം കേൾക്കുന്നുണ്ടല്ലേ. സോറി, ഞാനത് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് 2 ചോട്ടാസല്ലേ. അപ്പോൾ അവരെ കളിയും കൂവലെല്ലാം ആണ് കേട്ടോ. അത് കുറേ ഞാൻ അടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേങ്കിലൊന്നും അവർ കേട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോറി കേട്ടോ. നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതിന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ 2 പ്രോഗ്രസ്സോ ചെസ്സ് കളിക്കുന്ന ഒരു തീമാണ്. അപ്പം രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമാവില്ലോ എന്നറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ചുട്ടോ എവിടെയാ ഫ്രോ കൊടുത്തു? ചുട്ടൊരു പ്രോഗ്രാമത്തേക്ക് പോണോ? ഫ്രോഗ് നല്ല ചെസ് കളിയിലാണ്. വാ, നല്ല രസമാണ് കേട്ടോ. ഇതിലേതാ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് പറയണേ. അതെടുക്കേണ്ട കല്ലാണ്, കല്ല്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ജൈവ വിഭവ ഉദ്യാനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു തേക്ക് മ്യൂസിയം ആണ് എന്നുണ്ടെങ്കിലും ഇവിടെ തേക്ക് മാത്രമൊന്നുമല്ല, കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ മെഡിസിൻ്റെ എന്തെല്ലാം ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. കുറേ ഭാഗമാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സിൽ ചളിയാവും. ചുറ്റു പിന്നെ പോ. കയറ്. അതാ ചെരുപ്പ് പോയി. അതാ ഓരോന്നോരോന്നായോ. ഇവനാണ് ഭയങ്കര സ്പീഡിൽ വരുന്നത്. ഇനി അങ്ങോട്ട് പോവാ. ഇതാ ഇവിടെ കേട്ടോ ചോട്ടാസിന്റെ ഷൂട്ട് ഓനെന്താ അടിക്ക് താകണില്ല. ഇത് ചോട്ടാസിനില്ലാണ്. ഇവിടെ കണ്ടോ ഫ്രണ്ട്സ്, 2 പേര് മരങ്ങൾക്ക് ഇടയിലൂടെയാണ് കേട്ടോ. ഇതുപോലെ മരം കയറാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നീനോ ഇങ്ങോട്ട് നോക്കിക്ക, നീ ഇതുവരെ കാണില്ല.
ഇത് എന്തിനാ ഒന്നുകൂടി മേലെ കയറാനാ? ഇനി കയറണ്ട, അത് മതി. വീയു നീ എങ്ങോട്ടാ? അവ എങ്ങനെ കയറിയത്? ഫ്രണ്ട്സ് കയറിയിട്ട് ഇറങ്ങാൻ പേടിയാട്ടോ. ഇതാ ഇനിയിപ്പോ എന്ത് ചെയ്യും, കയറാതെ കരച്ചിലാണ്. ട്രൈ ആക്ക്. ആ ഞാൻ പിടിച്ച് സഹായിക്കാം. കൈ വെക്ക്. ആ സാധിക്കാം. ഓക്കെ. ഇതാ ഫ്രണ്ട്സ്, ഇവിടെ നിറച്ചിങ്ങനെ ഇങ്ങനത്തെ മരങ്ങളുണ്ട് കേട്ടോ. മരം പറഞ്ഞത് വള്ളി പോലെ നല്ല കയറാൻ പറ്റിയ ടൈപ്പില്ലതാണ്. നല്ല രസമുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ. ഒരു മിനിറ്റ്, എവിടെ? ആ അവിടെ ഇരിക്കട്ടോ. കേറി വാ. ഇതുപോലെയാണ് കേട്ടോ. സ്റ്റെപ്പ് ഇതിൽ കയറൂല. ഒരു മേലെ പോയിട്ട് ഇതെന്ത് സ്റ്റൈലാ? മാറ് ഓന്റെ ഭയങ്കര സ്പീഡ് കാലം. ആളിച്ചിട്ടോ? ആ പാട്ടുപാട്. കിട്ടോ? ലായില് പാടുന്നില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ മാത്രമാണ് പ്രശ്നം. വെയിലുണ്ടായതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടായി തോന്നിയത്. അല്ലാത്ത എല്ലാം രസമുണ്ട് കഴിക്കാനോ. ഇവിടെ എന്തായാലും മൊത്തത്തിലാണല്ലോ. അത് ഇവിടെ നിന്നിട്ട് നല്ല തണുപ്പുണ്ടല്ലേ. അടിപൊളിയുണ്ട്. അങ്ങോട്ട് നോക്ക്, ഇവിടെ ഭയങ്കര വെയിലാട്ടോ ഫ്രണ്ട്സ്. ഇതിങ്ങനെ ഉണ്ടായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇവിടെ മാത്രം ഇവിടുത്തെ കുറേ പ്ലാന്റ്സ് ആണല്ലേ. ചുറ്റോ രസമുണ്ടല്ലേ കാണാന്. നോക്ക്, അത് നോക്ക്. പാമ്പിന്റെ മാതിരി സ്കിന്നില്ലേ. അതിന്റെ പേരിപ്പോ എന്തേനി? എന്തോ ഒരു പേരുണ്ട് ഇതിന്. ക്വീൻ ഓഫ് നൈറ്റ്. ഇത് ഏതാ പാമ്പിന്റെ പോലെ? മൊത്തത്തില് ഇതിലേ നോക്ക്, ഇതിങ്ങനെ അടിക്കാണ്. ഇതാ വള്ളികള്, ഫ്രീ വള്ളികള്. എന്ത് വെള്ളത്തിലുണ്ടാണ് ഒരു പായല് പോലല്ല ടൈപ്പിലെ. എന്താണ് പുല്ലോ? അങ്ങനുണ്ട്. എവിടെ താമര? ഇതാ താമര. ഇത് ആമ്പലാണ് കേട്ടോ, താമരയില്ല, ആമ്പൽ കേട്ടോ ഫ്രണ്ട്സ്. താമരപ്പൂതാ. എനിക്ക് ഈ വെള്ളത്തിലോട്ടോ അതിലോട്ട് നമുക്ക് ചാടാൻ പറ്റില്ലല്ലോ. അത് ഷോക്കില്ലത് ഇതല്ലേ. ഇതാ ഇവിടെ നോക്ക്, ഇത്
താമരമുട്ട്, ആമ്പല, ഇത് ആമ്പലാണ്, ആമ്പൽ മുട്ട്. നമുക്ക് ഗൈസ് മുട്ട് വിരിയാനായിട്ടുള്ളൂ കേട്ടോ, മൊത്തത്തിലായിട്ടില്ല. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ആമ്പൽക്കുളങ്ങൾ. എവിടെ ലോട്ടസ്? അടിപൊളിയായിട്ടുണ്ടല്ലേ. അയ്യോ നല്ല രസമല്ലേ കാണാന്. ഇത് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, നമുക്കിത് മേലോട്ട് പോകണം. ഇത് നോക്ക് ഗൈസ്, രസല്ലേ ഇത് കാണാന്. പ്ലം ഗാർഡൻ ഉണ്ട് അവിടെ ആ സൈഡ്. നടന്ന് നടക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നടന്ന് ഞങ്ങളെ കാല് വരുന്നുണ്ട് ഗൈസ്. അതാ നല്ല രസമല്ലേ അത്. ഇവിടെ ഇറങ്ങാം. ആഹാ ഇങ്ങോട്ട് പിന്നെ ഒരു ബട്ടർഫ്ലൈ നോക്കുന്നത് നമ്മൾ പോന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. രസമുണ്ടല്ലേ മൊത്തത്തില്. ആ ഈ മരം നോക്ക്, ഇതെന്താ, ഇതെന്ത് മരാ? വൈറ്റ് കളറ്. അവിടെ ഡമരു അല്ലത്, ഇത് ഡമരു അല്ലേ? അതാ അവിടെ അങ്ങനെ ചെയ്യാ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഈ വാച്ച് ടവറിന്മേൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ കാണാൻ. ഇനിയും നമ്മൾ പോവാത്ത കുറേ ഏരിയകളെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ വെയിൽ കാരണം എങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന്. നമ്മളത് അധികം പിന്നെ പോയിട്ടില്ല കേട്ടോ. ഇവിടെ വെച്ച് അങ്ങനെ നിന്നിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ നടന്ന് ക്ഷീണിച്ചിട്ട് ഇതാ ഐസ്ക്രീം വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ. കയറി ഇതാ ഇവിടെ പലരും പല ഫ്ലേവേഴ്സാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഒരു ഫ്ലേവറിന് ഒരു വാനില തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് വാങ്ങിയത്. ചുറ്റു എങ്ങനെയുണ്ട്? സൂപ്പറാ. ഐസു എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പറാണോ? ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബൈ ബൈ.
ബൈ ബൈ അനുരേഷിട്ടോ ബൈ 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 പറഞ്ഞ